കൊച്ചി നഗരസഭയുടെ വലിയ ഒരു ഡിവിഷനാണ് കൊച്ചി നഗരസഭ 59ാം ഡിവിഷൻ ഇടക്കൊച്ചി. അത് കൊച്ചി നഗരസഭയുടെ ഒരു വാലറ്റമായി കിടക്കുന്ന ഡിവിഷനാണ്. ആ ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷാനി ജസ്റ്റിനും സഹപ്രവർത്തകരും ഇന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നാടിനൊരോട്ട് പരിപാടിയിലേക്ക് സ്വാഗതം. ഷാനി, നമസ്കാരം. എങ്ങനെയുണ്ട് നമ്മളുടെ ഇലക്ഷൻ പ്രവർത്തനവുമായിട്ട് മുന്നിട്ടിറങ്ങിയിട്ട്? എല്ലാം നല്ല രീതിയിൽ പോകുന്നു. ഭയങ്കര ഊർജമാണ്. ശരിക്ക് ആദ്യം ഇറങ്ങിയതുപോലെ അല്ല, ഓരോ ദിവസം ചെല്ലുന്തോറും ജനങ്ങൾ എന്നെ സ്വീകരിച്ച് കഴിഞ്ഞു. എന്തായാലും ഈ പ്രാവശ്യം ഇവിടെ LDF തന്നെ ഭരിച്ചിരിക്കും. എന്താണ് ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരാനായിട്ടുണ്ടായ കാരണങ്ങൾ? എന്റെ ഫാമിലിയാണ് കൂടുതൽ, എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലി. എന്റെ അപ്പിച്ചി, അമ്മിച്ചി, ഹസ്ബൻഡ്, ചേട്ട എല്ലാവരും ഇതിന്റെ ഇതായിരുന്നു. അപ്പിച്ചി എന്ന് പറഞ്ഞ പാർട്ടിക്ക് വേണ്ടി തന്നെ ജീവിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങാനുള്ളൊരിത്. പിന്നെ ജനങ്ങൾ എന്നെ ഏറ്റെടുക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പോ ഈ ഡിവിഷനെ സംബന്ധിച്ച് ഷാനിയുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഇവിടെ എന്തെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാകണമെന്നുള്ളത്? ഈ ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്. കൂടുതൽ ഈ വെള്ളക്കയറ്റത്തിന്റെ ഇതിൽ ഒരു ശാശ്വത പരിഹാരം കാണണം. അതുപോലെ റോഡുകളുടെ വികസനം, പിന്നെ മത്സ്യത്തൊഴിലാളികളുടെ ഇത്, തീരദേശ റോഡുകൾ, ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം കാണണം. അതിൽ ഞാൻ കണ്ടിരിക്കും. എന്ന് ഞാൻ ജനങ്ങളോടൊപ്പം ഉണ്ടാകും. അവരിൽ ഒരാളായിട്ട് ഞാൻ ഉണ്ടാകും. ഷാനിയുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ സജീവമായിട്ട് വരുന്നതിന് മുന്നേയുള്ള പ്രവർത്തന മേഖലകൾ എവിടെയെല്ലാം? പ്രവർത്തന മേഖലകൾ രോഗികളെ സഹായിക്കാനുള്ള ഇതിൽ നടക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വൈറ്റ്സിന്റെ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ അയൽക്കൂട്ടത്തിൽ ഒരു 9 വർഷം സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ രോഗികൾക്ക് വേണ്ടിയും പ്രവർത്തനങ്ങളാണ് കൂടുതൽ ചെയ്തേക്കുന്നത്. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമായിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ഈ ഒരു ഡിവിഷനെ സംബന്ധിച്ച് ഇനി വലിയ വികസന സാധ്യതകൾ നമ്മൾ കാണുമല്ലോ. ആ വികസന സാധ്യതകൾ എന്തൊക്കെയാണ് മനസ്സിൽ ഉള്ളത്? ഏറ്റവും അത്യാവശ്യമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടത് ഒരു കളിസ്ഥലമായിരുന്നു. ആ കളിസ്ഥലത്തിൽ ഇത് ഉദ്ഘാടനമായിട്ട് പോയിട്ടുണ്ട്. ഇനിയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എത്രയും വേഗം ചെയ്ത് കിട്ടണം. അതിനുവേണ്ടി പ്രയത്നിക്കും. ഈ 5 വർഷങ്ങൾ LDFന്റെ ഭരണമാണ് നടന്നുകൊണ്ടിരുന്നത് കോർപ്പറേഷന്റെ രീതിയിൽ. അപ്പോ മേയർ അനിൽകുമാർ വന്നാണ് കല്ലിട്ട് പോയത്. അതിന് മുന്നോടിയായിട്ട് നിന്നത് മേയറിന്റെ ഒരു ടീം തന്നെയാണ്. അപ്പൊ അത് എത്രയും വേഗം അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുമെന്നുള്ളതിന് ഈ ഇലക്ഷൻ കഴിയാൻ കാത്തിരിക്കണാണ്. എത്രയോ പൈസ ഇതിനു വേണ്ടി ഫണ്ട് പാസ്സായിട്ടുണ്ട്. അപ്പൊ അത് എത്രയും വേഗം ജനങ്ങൾക്ക് ഒരു കളിസ്ഥലമാക്കി കൊടുക്കും. നമ്മളുടെ അടിസ്ഥാന വികസന കാര്യങ്ങൾ, നമ്മുടെ ഡിവിഷനിലെ അടിസ്ഥാന വികസന കാര്യങ്ങൾ, റോഡുകൾ, കുടിവെള്ളം, അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഒരു മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയൊക്കെ? കുടിവെള്ളത്തിന്റെ ഇപ്പൊ കുറെ ആളുകൾക്കുണ്ട്, ഇല്ലാത്തവർക്ക് എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കണം. ഡിവിഷനെ സംബന്ധിച്ചൊരു വലിയൊരു വാട്ടർ ടാങ്കിന്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് പൂർത്തിയാക്കാനായിട്ട് ഈ ഒരു കാലയളവിൽ സാധിച്ചിട്ടില്ല. വാട്ടർ ടാങ്കിന്റെ പണി സിറാജ് ഉള്ളപ്പോൾ തുടങ്ങിയതാണ്. അതിൻ്റെ ഭൂരിഭാഗം പണികളും പൂർത്തിയായിട്ടുണ്ട്. ബോട്ടം ടാങ്കിൻ്റെ പണിയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ഇപ്പോഴത്തെ MLAയുടെ ഇത്തിരി ഇടപെടലിൻ്റെ കുറവ് കൊണ്ടാണ് അതങ്ങനെ വന്നത്. എന്നാലും ഇപ്പോൾ അതിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. ഈ വാട്ടർ ടാങ്കിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്ത 50 വർഷത്തേക്ക് ഇടക്കൊച്ചിക്ക് കുടിവെള്ളക്ഷാമം ഉണ്ടാകില്ല. അത് സ്വരാജിൻ്റെ ദിനേശ് മണി സഖാവിൻ്റെ നേട്ടം തന്നെയാണത്. ഇവിടെ ഇനി നമുക്ക് ആവശ്യമുള്ളത് കായലിനെ എക്കൽ മാറ്റി മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന സുരക്ഷ ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അത് മേയർ ഉറപ്പ് വന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കാം അദ്ദേഹം. ഇനി മേയർ സ്ഥാനത്തില്ലെങ്കിലും അദ്ദേഹം അതുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. പൊതുവായിട്ടുള്ള വികസന സാധ്യതകളെ സംബന്ധിച്ച് എന്താണ്? ഡിവിഷനല്ല, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇടക്കൊച്ചി മൊത്തത്തിലാണ്. ഇടക്കൊച്ചിയിൽ അവിടെ ഒരു ഫിഷ് ലാൻഡിങ് സെൻ്റർ ഉണ്ട്, പൊളിഞ്ഞു കിടക്കുക. കഴിഞ്ഞ 5 വർഷമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണം, റിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല. അത് ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് അതൊരു ഫിഷറീസ് ഹബ്ബാക്കി മാറ്റണം. അതായത് മത്സ്യം അവിടെ കൊണ്ടുവന്ന് പീൽ ചെയ്ത് ക്ലീൻ ചെയ്ത് മത്സ്യത്തൊഴിലാളികൾ ചെയ്ത് അവരുടെ തന്നെ നേതൃത്വത്തിൽ ചെയ്തിട്ട് ജനങ്ങൾക്ക് എത്തിക്കുന്ന ഒരു മാർക്കറ്റിംഗ് സംവിധാനം ഒന്നത്. രണ്ടാമത്തെ കാര്യം, ക്രിക്കറ്റ് സ്റ്റേഡിയം ഇപ്പോൾ 2008 ക്രിക്കറ്റ് അസോസിയേഷൻ എടുത്തതാണ്. ഇപ്പോൾ അതൊരു ചതുപ്പായിട്ട് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പട്ടിയും പാമ്പും എല്ലാമായിട്ട് രാത്രി കാലങ്ങളിൽ ജനങ്ങൾക്ക് അതിലൂടെ നടക്കാൻ തന്നെ ഭയമാകും. നമ്മളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നെങ്കിൽ ഈ ക്രിക്കറ്റ് അസോസിയേഷൻ അത് ഏറ്റെടുത്ത് ഭംഗിയാക്കണം, അതല്ലെങ്കിൽ കോർപ്പറേഷനോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഏറ്റെടുത്ത് ഭംഗിയാക്കി അതൊരു കളിക്കളം, അതുപോലെ ഒരു സ്പോർട്സ് ഹബ്ബാക്കി രൂപാന്തരപ്പെടുത്തണം. അതുപോലെ തന്നെ ഒരു സാംസ്കാരിക, അതായത് അന്ന് ഈ ക്രിക്കറ്റ് സ്റ്റേഡിയം രൂപകൽപ്പന ചെയ്യാൻ വന്നത് ഒരു ബ്രിട്ടീഷ് ശില്പിയാണ്, സർ ഹോപ്പിൻസ്.
അദ്ദേഹം ഇത് ഏരിയൽ സർവേ ഉൾപ്പെടെ നടത്തിയിട്ട് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണെന്ന് പറഞ്ഞത്. അത്രയും സുന്ദരമായ സ്ഥലത്താണ് നമ്മളെല്ലാവരും താമസിക്കുന്നത്. നമ്മളതിൽ അഭിമാനം കൊള്ളണമെങ്കിൽ ഇതെല്ലാം ഭംഗിയായേ തീരും. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ്. അത് ഇപ്പോൾ ഫിഷ് ഫാം ഉണ്ട് ഇവിടെ. ഫിഷ് ഫാമും ഇപ്പോൾ നഷ്ടത്തിലാണ് പോകുന്നത്. അതൊരു ഇത് ഫാം ടൂറിസമായിട്ട് രൂപാന്തരപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയൊരു നേട്ടമായിരിക്കും. അതായത് മത്സ്യ ഉൽപ്പാദന രംഗത്തും അതുപോലെ തന്നെ അത് ടൂറിസ്റ്റുകളെയൊക്കെ അട്രാക്റ്റ് ചെയ്യുക, അതിനു വേണ്ടിയുള്ള സാംസ്കാരിക കേന്ദ്രങ്ങൾ, അത് തിയേറ്റർ ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവരിക, സാഹിത്യവും കലയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തിയേറ്റർ ഉൾപ്പെടെയുള്ള ഒരു കോംപ്ലക്സ് ഇവിടെ കൊണ്ടുവരണം എന്നുള്ള ആവശ്യം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതെല്ലാം സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടക്കൊച്ചിയുടെ സമഗ്രമായ ഒരു വികസന കാഴ്ചപ്പാടാണ് ഇടതുമുന്നണി കൈക്കൊള്ളുന്നത്. ഇവിടെ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ ഇടതുമുന്നണി കൊച്ചി നഗരസഭയിൽ നടത്തിയ ഭരണത്തിന്റെ തുടർച്ചയുണ്ടാകുമ്പോൾ അത് വലിയൊരു വികസന സാധ്യതകളിലേക്ക് ഇടക്കൊച്ചിയെ നയിക്കുമെന്നുള്ള പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് ഷാനി ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്ന് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴുള്ള ആ ഒരു പ്രതികരണവും നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാകും എന്നുള്ളതാണ്. ഈ ഒരു ഡിവിഷൻ കഴിഞ്ഞ 5 വർഷം UDFന്റെ കയ്യിലായിരുന്നെങ്കിൽ അത് തിരിച്ചു പിടിക്കുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതാണ് ഈ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഷാനി വിജയം കൊയ്യുമെന്ന് 100% ഉറപ്പിച്ചു തന്നെയാണ് ഈ പ്രവർത്തകരോടൊപ്പം ഓരോ വീടുകളും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അനേകം ദിവസങ്ങളായിട്ട് ഈ ഒരു പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. വിജയം സുനിശ്ചിതമാണെന്ന് ഇവർ പറയുമ്പോൾ ആ ഒരു സുനിശ്ചിത വിജയം കൊച്ചി നഗരസഭയിൽ LDFന്റെ തുടർ ഭരണത്തിന് ആക്കം കൂട്ടും എന്നുള്ള കാര്യവും ഉറപ്പാണ്. ക്യാമറ പേഴ്സൺ ലിജൻ ജെയിംസിനൊപ്പം റെഡ്ജൻ റുബല്ലോ. ഷാനിക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുന്നു.